ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാര്യം നിങ്ങൾക്ക് പലരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 90% ആൾക്കാർക്കും ഈ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഓവർ തിങ്കിങ്. ഇപ്പം അത് കുറച്ച് മാറിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ മാറ്റിയത് എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നേ ഞാനിത് പഠിച്ച എൻ്റെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഒരിക്കലും ഒരു പ്രൊഫഷണൽ അല്ല. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഒരു പ്രൊഫഷണലുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് കേൾക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് നമുക്ക് ഒരു ദിവസം 10,000-ൽ പരം ചിന്തകൾ നമ്മളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമെന്നാണ് പറയുന്നത്. 10,000-ലധികം ചിന്തകൾ. അതായത് ഒരു ചിന്തയ്ക്ക് മാക്സിമം 90 സെക്കൻഡ് വരെയാണ് ദൈർഘ്യമുള്ളത്. ഇതൊരു ലൂപ്പാണ്, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെയാണ് 90% നമുക്കൊക്കെ നെഗറ്റീവ് തോട്ട്സുകളായിരിക്കും വരിക. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് ഈ ഓവർ തിങ്കിങ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ കാര്യത്തിന് പോലും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ആലോചിക്കും, ഇത് വേണോ അത് വേണോ. എന്തിന് ഹോട്ടലിൽ പോയാൽ പോലും ഞാനൊക്കെ ഹോട്ടലിൽ പോയാൽ പോലും എന്ത് ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് തന്നെ നമ്മൾ, അതോ ബിരിയാണി ഓർഡർ ചെയ്യണോ, അതേ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണോ, അതിനെക്കുറിച്ച് തന്നെ നമ്മൾ കുറേ ഓവർ തിങ്ക് ചെയ്യും. അങ്ങനെ നിസാര കാര്യങ്ങൾക്ക് പോലും നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യും എന്ന സ്വഭാവം. പിന്നെ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, ഉറക്കമില്ലായ്മ ഉണ്ടാവും. ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ ഉറങ്ങാനേ പറ്റില്ല, ഉറക്കമേ ഉണ്ടാവില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് കിടക്കുന്ന ഒരവസ്ഥ. പിന്നെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്നുള്ള ഒരു ചോദ്യം ഈ ഓവർ തിങ്ക് ചെയ്യുന്നവർ സ്ഥിരമായിട്ട് ചോദിക്കും. ഞാൻ മാത്രമാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് ഈ ഓവർ തിങ്ക് ചെയ്യുന്നവരുടെ ഒരു പ്രധാന ലക്ഷണമാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മളെടുത്തിട്ട് അനലൈസ് ചെയ്ത് അതിനെ കീറി മുറിച്ച് അവർ പറഞ്ഞ ഓരോ സെൻറ്റൻസും ഓരോ വേർഡ്സും നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൽ ആ അർത്ഥമില്ലേ, ഇതിന് ഈ അർത്ഥമില്ലേ, പണ്ട് അവരങ്ങനെ പറഞ്ഞതല്ലേ ഇപ്പം ഇങ്ങനെ പറയുന്നില്ലേ, അങ്ങനെ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. പിന്നെ നമ്മൾ ഈ പ്രശ്നം മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രശ്നം മാത്രമാണ്. പരിഹാരത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയില്ല. നമുക്ക് ഒരു കടമുണ്ട്, നമ്മളെപ്പോഴും ഈ കടത്തെപ്പറ്റി മാത്രം ആലോചിക്കും. ഒരിക്കലും ഈ കടം വീട്ടാൻ നമുക്ക് എന്തൊക്കെ വഴികളുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്താൽ ഈ കടങ്ങൾ വീട്ടാൻ സാധിക്കും, നമുക്ക് ഏതൊക്കെ മാർഗങ്ങൾ ഇതിന് ഉപയോഗിക്കാൻ സാധിക്കും, അങ്ങനെ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. നമ്മളെപ്പോഴും ഈ പ്രശ്നം, അയ്യോ കൊടുത്തില്ലല്ലോ, ഇനി അത് കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും, അയ്യോ കൊടുത്തില്ലല്ലോ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത പ്രവർത്തികൾ, അത് മിക്കവാറും നമ്മൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ അന്നത്തെ ദിവസം ചെയ്ത എല്ലാ പ്രവർത്തികളെയും ഒന്നുകൂടെ അനലൈസ് ചെയ്ത്, അയ്യോ അത് അവിടെ അങ്ങനെ പറയേണ്ടിയിരുന്നു, ഇവിടെ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നു, ഇന്ന് അവിടെ പൈസ ചിലവാക്കിയത് ശരിയായില്ല, അങ്ങനെ നമ്മൾ ചെയ്ത കാര്യത്തെ തന്നെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് അതിനെ പ്രശ്നം ഇല്ലാത്ത കാര്യത്തെ പോലും നമ്മൾ പ്രശ്നം ഉണ്ടാക്കി നമ്മളെ മനസ്സിലിട്ട് നമുക്ക് ആങ്സൈറ്റി വരുന്നു. അങ്ങനെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓവർ തിങ്കിങ്കാരുടെ പ്രധാന ഹോബി എന്ന് തന്നെ പറയാം. ഇതൊക്കെയാണ്. പക്ഷെ അത് പറയുമ്പോൾ ഇത്ര നിസ്സാരമാണെങ്കിലും അനുഭവിക്കുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് അതികഠിനമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഓവർ തിങ്ക് ചെയ്യുന്നവരുടെ ഗണത്തിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കിതിനെ കുറച്ച് റെമഡീസ്, നമുക്കിപ്പോൾ ഈ ഓവർ തിങ്കിങ്ങിന് റെമഡീസ് ഉപയോഗിച്ച് മാത്രം ഈ ഓവർ തിങ്ക് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരിധി വരെയൊക്കെ ഉള്ളവരുടേത് പരിഹരിക്കാൻ പറ്റും. അത് ആ പരിധിയിൽ കൂടിയ ആൾക്കാരുടേത് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാര്യം ഞാൻ ഈ ഒരു പരിധി കഴിഞ്ഞ ഒരാളായതുകൊണ്ട് എനിക്ക് ഈ ഒരു
ടെക്നിക്കൊന്നും അത്രയും വർക്കായിട്ടില്ലേന്ന് ചോദിച്ചാൽ ഇപ്പോൾ വർക്കാവുന്നുണ്ട്. ഞാൻ മെഡിസിൻ എടുക്കാൻ തുടങ്ങി, അതിൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്കത് ഉപയോഗപ്പെടും. ഒരു പരിധി കഴിഞ്ഞിട്ട് ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർ. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓവർ തിങ്കിങ് ഉള്ളവർക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. കൺട്രോൾ ചെയ്യാത്തവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള ടിപ്സും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പ്രധാനമായിട്ട് 3 തരം തോട്ടുകളാണുള്ളത്. ഒന്ന് ക്വിക്ക് റാൻഡം തോട്ട്സ്, അതായത് പെട്ടെന്ന് പോകുന്ന തോട്ട്സുകൾ. ഇതൊക്കെ മില്ലി സെക്കൻഡ്സ് ഒക്കെ നമ്മുടെ മൈൻഡിൽ നിൽക്കുകയുള്ളൂ, അത് വലിയ കുഴപ്പമില്ല. രണ്ടാമത്തെ തോട്ട്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് രണ്ടാമത്തെ തോട്ട്. അത് കുറച്ച് സെക്കൻഡ്സ് കൂടുതൽ നിൽക്കും. ഇനി മൂന്നാമത്തെ തോട്ടാണ് ഏറ്റവും ഡേഞ്ചർ, റിപ്പീറ്റായിട്ട് വരുന്ന തോട്ട്സ്, റിപ്പീറ്റഡ് തോട്ട്സ്. അത് നമ്മളുടെ ഹാബിറ്റിനെ ഷെയ്പ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്, ഹാബിറ്റിനെ, മൈൻഡ് സെറ്റിനെയൊക്കെ. ഇതൊരു ലോങ് ടേമിലാകുമ്പോൾ ഈ റിപ്പീറ്റഡ് തോട്ട്സ് നമ്മളുടെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പോസിറ്റീവായി ചിന്തിക്കൂ, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കൂ എന്ന് പറയുന്നത്. ഈ ഫോക്കസ്ഡ് ഇൻറ്റൻഷണൽ തോട്ട് റിപ്പീറ്റായിട്ട് നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് ഒരു കാലയളവ് കഴിയുമ്പോൾ ഇത് നമ്മളുടെ ഒരു സ്വഭാവത്തിലും അതുപോലെ നമ്മളുടെ മൈൻഡ് സെറ്റിലുമൊക്കെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രധാനമായും 3 തോട്ടുകളാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ തോട്ടുകളെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്നാമത്തത് നമ്മൾ ഈ തിരിച്ചറിയുക എന്ന് പറയും. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുകയാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. നമ്മൾ കുറച്ച് നേരം ചിന്തിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ഞാനിത് ഓവർ തിങ്ക് ചെയ്യുകയാണല്ലോ എന്ന് തിരിച്ചറിയുക. എന്ത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്കതിനൊരു റെമഡി, പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത്. രണ്ടാമത് വിശ്വസിക്കാതിരിക്കുക. നമ്മൾ ഈ തോട്ടുകളെല്ലാം വിശ്വസിക്കരുത്. നമ്മളുടെ ഉള്ളിലേക്ക് കയറി വരുന്ന എല്ലാ ചിന്തകളെയും വിശ്വസിക്കാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് അതൊരു ട്രെൻഡായി മാറും, വീണ്ടും തോട്ട്സ് വരാൻ. വിശ്വസിക്കാതിരിക്കുക തോട്ടുകളെ. പിന്നെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, എല്ലാത്തിനെയും അംഗീകരിക്കാതിരിക്കുക. പിന്നെ നെഗറ്റിവിറ്റിയും ടോക്സിസിറ്റിയും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പകൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും ഫോൺ വിളിച്ച് എന്തെങ്കിലും നെഗറ്റിവിറ്റി പറയുക, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പിന്നെയുള്ള ആഫ്റ്റർനൂൺ ഫുള്ള് നമ്മൾ ഈ ഒരു രാവിലെ അവർ ചെയ്ത പ്രവൃത്തിയിൽ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക, ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുക, നെഗറ്റീവുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ നമ്മളുടെ ഒരു ഓവർ തിങ്കിങ്ങിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാര്യം. നമുക്കതൊരു രോഗാവസ്ഥ പോലെയാണ്. അപ്പം നമ്മൾ അതിന് വളം വെച്ചു കൊടുക്കുന്ന ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനി ചെയ്യാൻ പറ്റുന്നത് ചിന്തകളെ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അതെപ്പോഴും പ്രാക്ടിക്കലാകണമെന്നൊന്നുമില്ല. എന്നോട് സൈക്കോളജിസ്റ്റ് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുക്കും പേനയും പേപ്പറും എടുത്ത് വെച്ച് എങ്ങനെ എഴുതും എന്ന് ഞാൻ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആകെ ഓവർ തിങ്ക് ചെയ്ത് ഫെഡപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് പേനയും പേപ്പറും എടുത്ത് വെച്ച് നമുക്ക് എഴുതാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്രയും ഒരു സ്ട്രെങ്ത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ഓവർ തിങ്ക് ചെയ്യാൻ പോവില്ലല്ലോ. അപ്പം അത് എത്രത്തോളം പ്രാക്ടിക്കലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ബോഡി മൂവ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിനകത്താണെങ്കിൽ പെട്ടെന്നൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ചെടിയൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ആ ഒരു മൈൻഡിനെ അങ്ങ് ഡിസ്ട്രാക്റ്റ് ചെയ്യുക ആ ഒരു തിങ്കിങ്ങിൽ നിന്ന്. അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരു ഫലപ്രദമായ ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഇതിലെല്ലാത്തിലും ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചിന്തകളെ നമ്മൾ നെയിമിങ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമുക്കൊരു ചിന്ത വരുന്നു, ആ ചിന്തയെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. എനിക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് അയൽവക്കത്തെ വീട്ടിലൊരു പുതിയ കാറ് കണ്ടു. ആ കാറ് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഞാൻ എൻ്റെ കൂടെ പഠിച്ചതാണ്, അവൾക്ക് പുതിയ കാറായി, എനിക്ക് മാത്രം കാറ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ രാവിലെ തൊട്ട് ഈ കാറ് കണ്ട സമയം തൊട്ട് ചിന്തിക്കുകയാണ്. അപ്പം ഞാൻ ഒബ്സർവ് ചെയ്യുന്നു, ഓക്കെ എനിക്കിങ്ങനെ ഓവർ തിങ്കിങ് വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, നെയിമിങ് ചെയ്യുന്നു. എനിക്കിപ്പോൾ വന്ന തോട്ട് എന്ത് തരം തോട്ടാണ്? എനിക്ക് ജലസി തോട്ടാണ് വന്നത്.
അപ്പോൾ ഞാനതിനെ നെയിമിങ് ചെയ്തു. ഈ ചില സമയത്ത് നമുക്ക് പേടിയാവും, എന്തെങ്കിലുമൊക്കെ ഓർത്ത് ചുമ്മാ നമ്മൾ, അത് ഫിയർ തോട്ടാണ്. ചില സമയത്ത് നമുക്ക് ആങ്സൈറ്റി വരും, അത് ആങ്സൈറ്റി തോട്ടാണ്. അങ്ങനെ നമ്മൾ ഓരോ തോട്ടുകളെയും പേരിട്ട് വിളിക്കുക എന്നുള്ളതാണ്. കുറേ തോട്ടുകളിലെയും അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്തരം കുറേ തോട്ടുകൾ നമുക്കുണ്ട്, അതിനെ നമ്മൾ പേരിട്ട് വിളിക്കുക എന്നുള്ളതാണ്. ഓരോ തവണയും നമുക്ക് ചിന്തകൾ വരുന്ന സമയത്ത് ചേട്ടാ ഇത് ഫിയർ തോട്ടാണല്ലോ, ചേട്ടാ ഇത് ജലസി തോട്ടാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പേരിടുക. എല്ലാ തോട്ടുകൾക്കും ഒരു പേരുണ്ടായിരിക്കുക. പിന്നെ ഇനി അടുത്തൊരു മെത്തേഡാണ് ഇതിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ ഒരു ജലസി തോട്ട് വന്നു, ആ തോട്ടിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ പറയുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഓവർ തിങ്കിങ്ങിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഗെയിം പോലെ ഇത് എടുക്കുവാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു തോട്ട് വരുമ്പോൾ ചേടാ ഇത് ഇന്ന തോട്ടല്ലേ, അപ്പോൾ ഓക്കെ ഓപ്പോസിറ്റ് അഫർമേഷൻ പറയുക എന്നുള്ളതാണ്. ഇപ്പം ജലസിക്കാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ വിജയത്തെ ഞാൻ ആഘോഷമാക്കുന്നു, സ്നേഹത്തോടെ ആഘോഷമാക്കുന്നു. ജലസ് വരുമ്പോൾ പറയാൻ ഇച്ചിരി തുടക്കത്തിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മളത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസമുള്ള നല്ലൊരു റെമഡിയാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഓവർ തിങ്കിങ്ങിൽ പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതാണ്. എനിക്കിപ്പോൾ ഒരു തോട്ട് വന്നാൽ ഞാൻ ഉടനെ ആ തോട്ടിനെ ഒബ്സർവ് ചെയ്യും, എന്ത് തോട്ടാണ് എന്നുള്ളത്. അത് നമുക്ക് പിന്നെ പേപ്പർ എടുക്കണ്ട, പേന എടുക്കണ്ട, ഒന്നുമേ ചെയ്യണ്ട. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് നമുക്ക് സ്ട്രൈക്ക് ചെയ്താൽ ആ സെക്കൻഡിൽ നമ്മൾ ഓക്കെ ഞാൻ ഓവർ തിങ്ക് ചെയ്യുവാണ്, ഈ ഓവർ തിങ്ക് എന്താണ് എൻ്റെ ഓവർ തിങ്കിങ്ങിൻ്റെ കാര്യം ഇന്നതാണ്, അപ്പോൾ അത് ഏത് തരം തോട്ടാണ്, ആ തോട്ടിനെ റീപ്ലേസ് ചെയ്യേണ്ട അഫർമേഷൻ എന്താണ് എന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഓവർ തിങ്കിങ്ങിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഞാൻ കുറച്ച് ഓവർ തിങ്കിങ്ങിൻ്റെ ഇത് പേര് പറഞ്ഞുതരാം, അതിൻ്റെ അഫർമേഷൻ ഓപ്പോസിറ്റ് അഫർമേഷനും പറഞ്ഞുതരാം. പറ്റുവാണെങ്കിൽ ഞാൻ എഴുതി ഇടാം, ഇല്ലെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയച്ചാൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്, വളരെ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ, അതിൽ 100+ ആൾക്കാർ ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാനും, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാനും, ഒരു എന്താ പറയുക, നമ്മൾ ഇതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിച്ചാൽ മാത്രമേ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഉപയോഗമുള്ളൂ. അപ്പം അങ്ങനെ താല്പര്യമുള്ള കുറച്ച് പേര് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, വെറുതെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അല്ലാതെ പേയ്മെൻറ്റ് വെച്ചിട്ടല്ല, വെറുതെ നമ്മളൊരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 100+ കുട്ടികൾ ചേർന്നു. അതിൽ എൻ്റെ സ്റ്റുഡൻസുമൊക്കെ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്താൽ അതിൽ ഇതൊക്കെ ഞാൻ ഇട്ട് തരുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ആവശ്യമുള്ളവർ കമൻറ്റ് ഇട്ടാൽ കമൻറ്റിലും ഞാൻ ലിസ്റ്റ് തരാം. ഒരു 4-5 എണ്ണത്തിൻ്റെത് ഞാൻ പറഞ്ഞു തരാം. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഫിയർ, നമുക്ക് പേടിയുള്ള തോട്ടുകൾ വരും ചില സമയത്ത്, അല്ലേ, ഭയപ്പെടുത്തുന്ന തോട്ടുകൾ. അങ്ങനെ വരുമ്പോൾ ഐ ആം സേഫ്, ഐ ആം സ്ട്രോങ്, ഐ ആം കറേജിയസ് എന്ന് പറയാം. നമുക്കൊരു 4-5 തവണ പറയാം. ഒരു തോട്ടാണ്, നെഗറ്റീവ് തോട്ടാണ് വരുന്നതെങ്കിൽ നമുക്കൊരു 3-4, ഇനി നിങ്ങൾക്ക് ഒരു 10 തവണ പറയാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ പറയുക. ഇനി ഓവർ തിങ്കിങ്, നമ്മൾ വെറുതെ ഒരു കാര്യമില്ല, ഒരു ക്ലാരിറ്റി ഇല്ല, എന്തൊക്കെയൊക്കെയോ ചിന്തിക്കുകയാണെങ്കിൽ ഐ ട്രസ്റ്റ് മൈ സെൽഫ് ആൻഡ് ഐ ഹാവ് ക്ലാരിറ്റി. പിന്നെ ഇനി അടുത്ത് സെൽഫ് ക്രിറ്റിസിസം, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എന്തിന് ഞാൻ അങ്ങനെ ചെയ്യാൻ പോയി, എന്തിന് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോയി, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഐ സ്പീക്ക് മൈ സെൽഫ് വിത്ത് ലവ് ആൻഡ് കൈൻഡ്നെസ്, അങ്ങനെ പറയാം. പിന്നെ ജലസി തോട്ടിന് ഞാൻ പറഞ്ഞല്ലോ, ഐ സെലിബ്രേറ്റ് അതർ സക്സസ്, അങ്ങനെ പറയാം. പിന്നെ നമുക്ക് ഫെയില്യൂറിനെ പേടിയുണ്ടെങ്കിൽ, തോൽവികളെ പേടിയുണ്ടെങ്കിൽ, എവറി എക്സ്പീരിയൻസ് ഹെൽപ്സ് മീ ടു ഗ്രോ ആൻഡ് സക്സീഡ്, അങ്ങനെ പറയാം. അങ്ങനെ നമുക്ക് ഓരോന്നിനെയും ഓപ്പോസിറ്റായിട്ടുള്ള ഇമോഷൻ കൊണ്ട് അഫർമേഷൻ ഉണ്ടാക്കി ഈ തോട്ടുകളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ നേരിട്ടു? എനിക്കെന്ന് വെച്ചാൽ
വല്ലാത്ത ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിപ്പോൾ ഒരു കാര്യത്തെ പർട്ടിക്കുലർ കാര്യം നമുക്കിപ്പോൾ പൈസ കുറവാണ്, നമുക്ക് കടബാധ്യതകളുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതായിരിക്കും ഓവർ തിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തിൽ തിങ്ക് ചെയ്ത് അങ്ങനെ തിങ്ക് ചെയ്യുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചത് ഒരുപാട് പൈസ വരുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറും, എൻ്റെ ഈ ഒരു ഓവർ തിങ്കിങ് മാറും, അതുവരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പൈസ കിട്ടിയപ്പോൾ അടുത്ത് എനിക്ക് മെഡിക്കൽ ആങ്സൈറ്റി ആയി. പിന്നെ എനിക്ക് അസുഖം വരുന്നതിനെ പേടി, എന്ത് വന്നാലും അയ്യോ അതിന്ന അസുഖമാണ്, അങ്ങനെ പേടിയായി. അങ്ങനെ ഒരു പ്രശ്നത്തിന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് നമ്മളിതിങ്ങനെ സീക്ക് ചെയ്യുന്ന ഒരു മൈൻഡാണ്. എവിടെയാണ് പ്രോബ്ലം ഉള്ളതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഓവർ തിങ്ക് ചെയ്യാൻ അങ്ങനത്തെ ഒരു എന്താ പറയുക പാറ്റേണിലായിപ്പോയി നമ്മൾ. അപ്പോൾ അതിൽ നിന്നും പെട്ടെന്ന് നമുക്ക് ഒരു റെമഡിയും വർക്ക് ചെയ്യില്ല. ചിലപ്പോഴൊക്കെ വർക്ക് ചെയ്യും, കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലൊക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മെഡിസിൻ എടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തികട്ടി വരും. പഴയ ട്രോമകളും പഴയ കാര്യങ്ങളും എല്ലാം നമുക്ക് എന്തായാലും വരും. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകുക എന്നുള്ളതാണ്. സൈക്കോളജിസ്റ്റ് അല്ല, സൈക്യാട്രിസ്റ്റ്. MBBS കഴിഞ്ഞ ഡോക്ടർ MBBS കഴിഞ്ഞതിന് ശേഷം ഈ സൈക്യാട്രിയിൽ ബിരുദം നേടിയവരുടെ, അതാണ് ഡോക്ടർ MBBS ഉള്ളവർ, അവരെ കാണാൻ പോവുക എന്നുള്ളത്. ഞാൻ ഒരുപാട് സൈക്കോളജിസ്റ്റുമാരെ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഞാൻ ഒരുവിധമൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് ഫേസ് ചെയ്യാൻ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോഴൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്കങ്ങനെ ഓവർ തിങ്കിങ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചെകഞ്ഞ് നോക്കിയാലേ അറിയാൻ പറ്റൂ. തിങ്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഞാനിങ്ങനെ പേരിട്ട് വിളിക്കും അതിനെ. അപ്പോൾ നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തി. പക്ഷേ ഒരു സ്റ്റേജിൽ എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വല്ലാത്ത മെഡിക്കൽ ആങ്സൈറ്റി ഉള്ള ഒരു കാലഘട്ടത്തിൽ എൻ്റെ മക്കൾ പറഞ്ഞു, ഇനി ഇത് വെറുതെ എന്തിനാണ് ഇത് വെച്ച് സ്ട്രഗിൾ ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ പോകും. ആദ്യം സൈക്കോളജിസ്റ്റുമാരെയൊക്കെ കാണാൻ പോയിട്ട് അതൊന്നും എനിക്ക് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ടെസ്റ്റിംഗ് ഒക്കെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് മിക്കവർക്കും ഉണ്ടാകും വൈറ്റമിൻ D ഡെഫിഷ്യൻസി. പക്ഷേ എനിക്ക് അങ്ങനെ വളരെ ലോ വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഒന്നുമില്ല. അത്യാവശ്യം ഇല്ല, ഉള്ളതില്ല. പക്ഷേ എന്നാൽ പോലും അതുകൊണ്ട് ഒരു ഡെഫിഷ്യൻസി വരത്തക്കയും ബിലോ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഞാൻ അതിൻ്റെ മെഡിസിനും എടുത്തിട്ടുണ്ടായിരുന്നു, വൈറ്റമിൻ D ടാബ്ലറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും അല്ല. അങ്ങനെ പിന്നെ സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഞാൻ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് വന്ന ഒരു സമാധാനവും സന്തോഷവും ഞാൻ നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ എന്തിനാണ്, ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ എന്തിനായിരുന്നു ഇങ്ങനെ സ്ട്രഗിൾ എടുത്തതെന്നുള്ളത്. അതിൻ്റെ ഒരാവശ്യമില്ല. നമ്മൾ പനി വന്നാൽ ഈ പനിച്ച് വിറച്ച് നമ്മൾ മരുന്നിന് എതിരെ നിൽക്കുമോ? ഇല്ലല്ലോ. നമുക്ക് എന്ത് അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കില്ലേ? അതിന് നമുക്കൊരു മടിയില്ല. പക്ഷേ മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും മരുന്ന് കഴിക്കാനും എന്തിന് നമ്മൾ മടി വിചാരിക്കണം? ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകും, വണ്ണം വയ്ക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ ഓർത്തു, ഇനി എന്ത് സൈഡ് ഇഫക്റ്റ്, ഇനി ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഈ സ്ട്രഗിൾ എടുത്ത് ജീവിക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ട് നല്ലതല്ലേ മരുന്നെടുക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ മരുന്നെടുക്കാൻ തീരുമാനിച്ചത്. സത്യത്തിൽ മരുന്നെടുക്കാൻ തീരുമാനിച്ചത് ലൈഫിലെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന ഞാനേ അല്ല. അതുവരെ ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ, എപ്പോഴും തലേ ദിവസം ഞാൻ ഓക്കെ നാളെ 1 മണിക്കൂർ ഇത് ചെയ്യണം, അത് ചെയ്യണം, അപ്പുറത്ത് 12 തൊട്ട് 1 വരെ ഇന്നത് ചെയ്യണം, അങ്ങനെ ഞാൻ പ്രോഗ്രാം ചെയ്ത് വയ്ക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഓവർ തിങ്കിങ് വരികയോ എന്തെങ്കിലും ഒരു ട്രിഗർ പോയിൻ്റ് വരും. നമുക്ക് ഓവർ തിങ്ക് ചെയ്യുന്നവർക്കറിയാം, ഒരു പോയിൻ്റ് വരും, എവിടെന്നെങ്കിലും നമ്മൾ പോയി പിടിച്ചുകൊണ്ട് വരും. ആ പോയിൻ്റ് വന്നു
വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ള് നമ്മളുടെ ഈ ചാർട്ട് വർക്ക് ചെയ്യില്ല, ഒന്നുമേ വർക്ക് ചെയ്യില്ല. വൈകിട്ടാവുമ്പോൾ നമുക്ക് നിരാശയും കുറ്റബോധവും നമ്മളൊന്നിനും കൊള്ളൂല എന്നുള്ള ഒരു തോന്നലും, നമ്മളാകെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളും ആ സമയത്ത് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നറിയാത്ത രീതിയിൽ കയറി വരും. അത് പല പല ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഓവർ തിങ്കിങ്ങിനൊരു റെമഡിയായിട്ട് അങ്ങനെ ഒരു ക്ലാസ്സസും എനിക്ക് ഫലപ്രദമായിട്ട് കണ്ടില്ല. സൈക്കോളജിസ്റ്റുമാരെ ഞാൻ കണ്ടു, അതൊന്നും എനിക്ക് വർക്കായില്ല. ഞാൻ സൈക്യാട്രിസ്റ്റ് ഡോക്ടറെ പോയി കണ്ടതിന് ശേഷമാണ് എനിക്ക് വളരെയധികം സമാധാനമായി. ഇപ്പം എൻ്റെ വർക്ക് ഇപ്പം എൻ്റെ മനസ്സ് ഞാൻ പറയുന്നത് കേൾക്കും, മറ്റേത് മനസ്സ് പറയും ഞാൻ കേൾക്കും. അങ്ങനെ തന്നെയാണ് നമ്മൾ. പക്ഷേ നമ്മളുടെ കൺട്രോളിൽ നമ്മളുടെ മനസ്സിനെ കിട്ടണം. അല്ലാതെ മനസ്സിൻ്റെ കൺട്രോളിൽ നമ്മളെ കിട്ടുകയല്ല വേണ്ടത്. നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഇന്നത് നാളെ രാവിലെ എനിക്ക് 6 മണിക്ക് എഴുന്നേൽക്കണം, അത് ഞാനാണ് ബോസ്, അല്ലാതെ മനസ്സല്ല എൻ്റെ ബോസ്. മനസ്സിൻ്റെ ബോസ് ഞാനാണ്. ആ ഒരു ലെവലിൽ കൊണ്ടുവന്നത് എനിക്ക് മെഡിസിൻ തന്നെയാണ്. അപ്പം മെഡിസിൻ എടുക്കാൻ തീരുമാനിച്ചത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത മാനസിക പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സൈക്യാട്രിസ്റ്റിനെ പോയി കാണണം. അതും നല്ല സൈക്യാട്രിസ്റ്റ് ആരാണെന്ന്, നിങ്ങളുടെ ജില്ലയിലുള്ളത് ആരൊക്കെയാണെന്നുള്ളത് തിരക്കിയിട്ട് നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണുക. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ മൈൻഡ് സ്റ്റഡി ആയിട്ട് നിൽക്കണം. എനിക്കിത് നിങ്ങളോട് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ ഡെസ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് എനിക്കിത് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ സ്റ്റഡി ആയിട്ട് മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് ആവലാതിപ്പെട്ട്, കാര്യം എൻ്റെ മുന്നിൽ പ്രശ്നം മാത്രമേ ഉള്ളൂ, അതിനെക്കുറിച്ച് മാത്രം ആവലാതിപ്പെട്ട് ടെൻഷൻ അടിച്ച് പാനിക്കായി ആകെ മൊത്തവും ശരീരത്തിനും മനസ്സിനും എല്ലാ അസുഖങ്ങൾ ബാധിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു വ്യത്യാസം നന്നായിട്ട് ഫീൽ ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഞാൻ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുന്നു, ഞാൻ അടുത്ത കാര്യം എന്താ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. എനിക്ക് ട്രിഗർ വന്നാലും എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് ഇപ്പോൾ. മറ്റേത് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് എഴുതാനോ വായിക്കാനോ ഒന്നിനും തോന്നൂല നമുക്ക്. അപ്പോൾ മരുന്ന് എടുക്കുന്നത് സത്യത്തിൽ ലൈഫിൽ ഒരു നല്ല തീരുമാനമാണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഫിയറിന് മാറാൻ എന്ത് ചെയ്യണം, അഫർമേഷൻ പറഞ്ഞാൽ മാറുമോ? അഫർമേഷൻ പറഞ്ഞാലൊക്കെ മാറും, പക്ഷെ നമുക്ക് അഫർമേഷൻ പറയാനുള്ള മെൻ്റൽ സ്റ്റേറ്റ് ഉണ്ടാവില്ല, നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. അതൊക്കെ മൈൻഡ് ആദ്യം ശരിയാകണമെങ്കിൽ നമുക്ക് സഡനായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തേ പറ്റൂ. ലോങ് ടേമിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഒരു സീരിയസ് പ്രശ്നമുണ്ട്, അത് നമ്മൾ സാവധാനം ട്രീറ്റ് ചെയ്താൽ ശരിയാവില്ലല്ലോ, അതിന് സഡൻ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. അപ്പോൾ മരുന്നെടുക്കുമ്പോൾ മൈൻഡ് നമ്മളുടേത് ഫുള്ള് വർക്കിംഗ് കണ്ടീഷനിലാവും, നമ്മുടെ കൺട്രോളിലാവും. ആ സമയത്ത് നമ്മളെ മൈൻഡിനെ പിടിക്കുക, പിന്നെ മൈൻഡ് നമ്മുടെ കയ്യിലിരിക്കും. ആ ഒരു മെത്തേഡാണ് ഞാൻ സ്വീകരിച്ചത്. ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പറയൂ അങ്ങനെ ആശുപത്രിയിലൊക്കെ പോകുന്ന എന്തൊരു നാണക്കേടാണ്. ഒരു നാണക്കേടുമില്ല. ഞാൻ പ്രൗഡാണ്. കാര്യം എൻ്റെ ശരീരം പോലെ തന്നെയാണ് എൻ്റെ മനസ്സും. എൻ്റെ ശരീരത്തിന് അസുഖം വരുന്നത് പോലെ മനസ്സിനും അസുഖം വരും. അതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ വിടുന്നത്, ശരീരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യാതെ വിടുവോ? അതുപോലെ തന്നെയാണ് മനസ്സ്. അപ്പോൾ ആ മനസ്സിനെ നിങ്ങൾ എന്തുകൊണ്ട് അസുഖം വന്നാൽ ചികിത്സിക്കുന്നില്ല? മാനസിക അസുഖം എന്ന് പറയുന്നത് ഒരു അസുഖം അല്ല, ഒരു പല വെറൈറ്റി ഓഫ് അസുഖങ്ങളുണ്ട്. അതിലേതാണെന്ന് ഒരു ഡോക്ടർക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാം. അതിനാണല്ലോ അവർ ആ ഒരു ഇത് പഠിക്കുന്നത്. ധൈര്യമായിട്ട് പോവുക, ധൈര്യമായിട്ട് പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു ഡോക്ടർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു MBBS കഴിഞ്ഞ് ഇതെടുത്ത MD എടുത്ത ഡോക്ടേഴ്സിനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവുക. അവർ കറക്റ്റായിട്ട് നമുക്ക് എന്ത് മെഡിസിൻ വേണമെന്ന് പറയും. ഞാൻ അവരുടെ പബ്ലിസിറ്റി ഒന്നും കൊടുക്കുന്ന ആളൊന്നുമല്ല. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നു. അത് എനിക്ക് എത്രത്തോളം എനിക്കത് ഹെൽപ്ഫുള്ളായി എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്കത് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ്.
അപ്പം നിങ്ങൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ സഹിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് പേര് വിളിച്ചിട്ട് ആത്മഹത്യ അല്ലാതെ മുന്നിൽ വേറെ ഒരു വഴിയില്ല. വഴിയുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകൂ, ഡോക്ടറെ കാണൂ, ഡോക്ടർ നിങ്ങൾക്ക് മെഡിസിൻ തരുമ്പോൾ നമുക്ക് മൈൻഡ് ഷാർപ്പാകും, നമുക്ക് പരിഹാരം കിട്ടും. അങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അഫർമേഷൻ എഴുതി വിഷ്വലൈസേഷൻ ചെയ്തു ഒന്നും നമ്മളുടെ ഒരു സീരിയസ് ഇഷ്യൂവിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒൺസ് മെഡിസിൻ എടുത്ത് നമ്മൾ കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വർക്കാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൊന്നും വർക്കായില്ലെങ്കിൽ, ഇപ്പം എനിക്ക് ഓവർ തിങ്കിങ് എൻ്റെ പ്രശ്നമൊന്നും വലുതായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഓക്കെ ഈ തോട്ട് ഇന്ന തോട്ടാണ്, ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യും. ആ തോട്ടിൻ്റെ നെഗറ്റീവ് ഓപ്പോസിറ്റ് അഫർമേഷൻ പറയും. നെഗറ്റീവ് അഫർമേഷൻ അല്ല, ഓപ്പോസിറ്റ് അഫർമേഷൻ പറയും. പറഞ്ഞ് അതിനെ അഡ്രസ്സ് ചെയ്ത് ആ തോട്ടിനെ ഞാൻ റിമൂവ് ചെയ്യും. അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഹാപ്പിനെസ് തരട്ടെ എന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാരണം അങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.